व्याख्या प्रकटितपरब्रह्मतत्त्वं युवानम् वर्षिष्ठान्ते वसदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिम् स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वटविटपि समीपे भूमिभागे निषण्णम् सकलमुनिजनानां ज्ञानदातारमारात् त्रिभुवनगुरुमीशं दक्षिणामूर्तिदेवम् जननमरणदुःखच्छेद दक्षं नमामि चित्रं वटतरोर्मूले वृद्धा शिष्याः गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्न संशयाः निधये सर्वविद्यानां भिषजे भवरोगिणां गुरवे सर्वलोकानां दक्षिणामूर्तये नमः ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. നമ്മെ വിട്ടുപിരിഞ്ഞ ഗുരുദർശനത്തെ ലോകത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച പ്രിയപ്പെട്ട മഹാത്മാവിൻ്റെ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടി പ്രാർത്ഥനയോടെ ഒരു പിടി പൂജാപുഷ്പങ്ങൾ അർപ്പിക്കട്ടെ. ഏറ്റവും സംപൂജ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരെ, സ്മൈൽ സാധനയെ നയിക്കുന്ന പുണ്യാത്മാക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു വാർത്ത രാവിലെ പറഞ്ഞു. അതിനുശേഷം ടീച്ചർ നമ്മളോട് വേദനയുള്ളൊരു കാര്യവും പറഞ്ഞു. സാധാരണ കർക്കിടക മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മൾ രാമായണ മാസ പാരായണ കാലമാണ്, രാമായണ കാലമായിട്ടാണ് കേരളീയർ കൊണ്ടുപോകുന്നത്. പക്ഷേ കാലം ഗുരുവിലേക്ക് നമ്മെ എത്തിക്കുമ്പോൾ രാമായണത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വം, ഭാരതത്തിലെ അധ്യാത്മ ഗ്രന്ഥങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന തത്വം സംഗ്രഹിച്ച് 64ഓളം കൃതികളിലൂടെ ഭഗവാൻ തന്നു. ആ സത്യത്തിലേക്ക് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു കാലം കൂടി സമാഗതമായി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ, കർക്കിടക മാസം ആത്മോപദേശ പാരായണ മാസാചരണമായി തുടക്കം കുറിക്കുന്നു. തീർച്ചയായും രാമായണത്തിൻ്റെ തത്വങ്ങളും മുഴുവനും, അതിനപ്പുറം ഭാരതത്തിലെ സകല വേദ തത്വങ്ങളും അടങ്ങിയിരിക്കുന്ന ഗുരുദേവ കൃതിയായ ആത്മോപദേശ ശതകത്തിൻ്റെ പാരായണം
നമ്മളെ ആത്മീയതയുടെ ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിന് സംശയമില്ല. ഗുരുദേവൻ്റെ തിരുജയന്തി സമാഗതമാകുന്നു. പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി നാം ഗുരുവിലേക്ക് അടുക്കുന്ന മാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ആത്മോപദേശ ശതകപാരായണ മാസാചരണം വളരെ ഭക്തിയോടെ തന്നെ കൊണ്ടുപോകണം. ആ കൃതി മനനം ചെയ്യണം. അതിൻ്റെ സത്ത നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കണം. അതിനെല്ലാവിധ ഭഗവാന്റെ കരുണയും കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഗുരുദേവ പാരായണ മാസാചരണമായിട്ട് നമ്മൾ ചിങ്ങമാസം മുതൽ മഹാസമാധി വരെ ഉള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ അതും ഹൃദയത്തിലേറ്റുന്നുണ്ട്. എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ദക്ഷിണാമൂർത്തി സ്തോത്രം ആണ് 1-ാം ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ശ്ലോകം ചൊല്ലി നമ്മൾ അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അത് വ്യാഖ്യാനിക്കാൻ അധികമുണ്ട്. അതിൻ്റെ പൊരുൾ മനസ്സിലായാൽ നമുക്ക് തീർച്ചയായും ദർശനമാലയുടെ ഒരു സത്ത നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹെഡിങ് തന്നെ ഇട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പുതിയ ടെക്സ്റ്റ് അല്ല. അത് ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പുതിയ ടെക്സ്റ്റ് അല്ല. കാരണം ഭഗവാൻ സുകൃതികളിലൂടെ എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ എല്ലാ ദിവസവും ഇത് പഠിക്കുന്നതിന് മുമ്പ് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരണം. കാരണം ഗുരു പരമ്പരകൾ എന്ന് പറയുമ്പോൾ ഒരു ഗുരു തന്നെയാണ് ഓരോ കാലഘട്ടങ്ങളിലും, ഒരേ ജഗദീശ്വരൻ തന്നെയാണ് ഓരോ പേര് നാമധാരികളായിട്ടും ഈ ലോകത്തേക്ക് ഗുരുക്കന്മാരായി എത്തിയിരിക്കുന്നത്. അവിടെ ഭേദഭാവനകളൊന്നും നമുക്കില്ല, ഉണ്ടാവരുത്. അപ്പോൾ ആ ധ്യാന ശ്ലോകം എല്ലാവരും ഒന്ന് കണ്ണടച്ച് കേൾക്കുക. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓം മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ വടവിടഭി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദദക്ഷം നമാമി. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരോർയുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തഭൂതാനി ദക്ഷിണാമൂർത്തയേ നമഃ. നമ്മുടെ 1-ാം ശ്ലോകം. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യസ്സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അപ്പോൾ നമ്മൾ ദാർശനികമായി ഒരു ആഴത്തിലുള്ളൊരു തലങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സൊക്കെ ഗുരുവിലൊന്ന് സമർപ്പിതമായിക്കൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ വരി നമ്മൾ പറഞ്ഞു, ഒരു നഗരം എങ്ങനെയാണെന്ന് പറഞ്ഞ് കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെയാണ്
നമ്മൾ കാണുന്ന ഈ ലോകം. പുറത്തല്ല, അകത്താണെന്നാണ് പറയാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന പല അദ്വൈത വേദാന്ത സത്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആമുഖമായി ഒന്ന് പറയാനുള്ളത്, ബോ ലോട്ടോ എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട്. ഒരു നാഡീശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കേണ്ടതാണ് അത്. നിങ്ങൾ നെറ്റിൽ തിരഞ്ഞാൽ കിട്ടും. BEAULOTTO, ബോ ലോട്ടോ. ബോ എന്നാണത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ബോ ലോട്ടോ എന്ന ഒരു ബ്രിട്ടീഷ് ന്യൂറോ സയൻറ്റിസ്റ്റ്, നാഡീശാസ്ത്രജ്ഞൻ. അതായത് നമ്മുടെ തലച്ചോറും നാഡീവ്യൂഹങ്ങളെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്നൊരു ശാസ്ത്രമാണല്ലോ ന്യൂറോ സയൻസ്. അതിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ദ ഡിവിയേറ്റ്. മാറി ചിന്തിക്കൂ, നാം കാണുന്നതല്ല ലോകം എന്നാണ് കേട്ടി. മാറി ചിന്തിക്കൂ, നാം കാണുന്നതല്ല ലോകം. നമ്മൾ ഇരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് ഒരല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ നമ്മൾ തയ്യാറല്ല. ആ ഒരു കാലത്തിലാണ് പറയുന്നത്, സയൻസാണ് പറയുന്നത്, മോഡേൺ സയൻസാണ് പറയുന്നത്, മാറി ചിന്തിക്കൂ, നമ്മൾ കാണുന്നതല്ല ലോകം. ദ സയൻസ് ഓഫ് സീയിങ് ഡിഫറൻ്റ്ലി എന്ന് പറയും. അപ്പോൾ നാം അതിൽ പറയുന്ന ഇങ്ങനെ ഒരു ആമുഖമായി പറയുന്നതാണ്, നാം കാണുന്ന ലോകം സത്യമാണെന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അത് സത്യമാണ്. നമ്മൾ ഓരോന്നും ഇവിടെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. ചോരയ്ക്ക് ചുവപ്പ് നിറം, ആകാശത്തിന് നീല നിറം, പുല്ലിന് പച്ച നിറം. ഇങ്ങനെ നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിനൊക്കെ ഏകദേശം ഒരേ സ്വഭാവമാണ്. ഇങ്ങനെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഇതെന്താ ഈ പറയണത്, എൻ്റെ ലോകം പുറത്തല്ല അകത്താണെന്ന് പറയുമ്പോൾ ഇത്തിരി പോകുന്ന ശരീരത്തിൻ്റെ അകത്ത് എങ്ങനെ ലോകം ഇരിക്കുന്നതെന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. അതുകൊണ്ട് മോഡേൺ സയൻസുമായിട്ട് ചേർത്തൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ലോകത്ത് സയൻസ് പറയുകയാണ്, ഫിസിക്കൽ ലോകത്ത് നമ്മൾ പുറത്തുള്ള വസ്തുക്കൾക്ക് നിറമേ ഇല്ല, ഒരു കളറും ഇല്ല. നാം കാണുന്ന ഈ പുറത്തെ ലോകത്ത് ഒരു വസ്തുവിന് നിറമേ ഇല്ല എന്ന സത്യം നമ്മളെ വളരെ ഞെട്ടിപ്പിച്ച് കളയുന്നതാണ്. ഇനി പുറത്ത് നാം കാണുന്ന നിറം ആ വസ്തുവിൻ്റെ നിറമല്ലെന്ന്, മറിച്ച് നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. നമ്മുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് നമുക്ക് പുറത്തു വസ്തുവിന് നിറമുണ്ടെന്ന് തോന്നുന്നത്. പ്രപഞ്ചത്തിലുള്ളതാകെ ഊർജവും പ്രകാശതരംഗങ്ങളും മാത്രമാണ്. നമ്മൾ ഈ ലോകത്തെ വല്ല അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ണുകൊണ്ട് കാണുന്നതേ വിശ്വസിക്കൂ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല ഗുരു പറഞ്ഞു അല്ലേ? അപ്പോൾ പറയാണ്, പ്രപഞ്ചത്തിലാകെയുള്ളത് കേവലം ഊർജവും പ്രകാശതരംഗങ്ങളും മാത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണത്, കുഞ്ഞുങ്ങളെയൊക്കെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ പഠിച്ചാൽ അവരെ പിന്നെ നമ്മൾ ഗുരുവിൻ്റെ കൃതികളിലേക്ക് അവർ തന്നെ പൊക്കോളും. ഇത്ര പ്രയത്നമാണ് നമ്മൾ ചെയ്യണത് കുഞ്ഞുങ്ങൾ ഇതിലേക്കൊക്കെ ഒന്ന് കൈപിടിച്ച് നയിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് സയൻസ് ചേർത്ത് വെച്ചത് പറയണത്. അപ്പോൾ പറഞ്ഞു, പ്രപഞ്ചത്തിലാകെയുള്ളത് ഊർജവും പ്രകാശ തരംഗങ്ങളും മാത്രമാണെന്നാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിന് പുറത്ത് ഒരു വസ്തുവിനും സ്വന്തമായി നിറമില്ല എന്നുള്ള ഒരു സത്യം ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നിറം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? പ്രകാശ തരംഗങ്ങൾക്ക് നമ്മൾ പറഞ്ഞല്ലോ പുറത്തുള്ളത് പ്രകാശ തരംഗവും ഊർജവും മാത്രമാണെന്ന്. അപ്പോൾ ടീച്ചറുടെയൊക്കെ സബ്ജക്റ്റാണ് തന്നെ, ടീച്ചറുടെയൊക്കെ സബ്ജക്റ്റുമാണിത്. ആ സയൻസ് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വേണം ഇനി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഈ പ്രകാശ തരംഗങ്ങൾക്ക് നമ്മുടെ മസ്തിഷ്കം നൽകുന്ന ഒരുതരം കോഡിങ് ആണെന്ന് നിറം. ആ ഗ്രന്ഥം വായിക്കട്ടെ കുട്ടികൾ. അപ്പോൾ നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം, അത് വെറും അനുമാനങ്ങളാണ്. നോക്കൂ, നമുക്ക് തലച്ചോറ് പൂർണ്ണമായും ഒരു വസ്തുവിനെ കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പുറത്തുള്ളതല്ല, മറിച്ച് നമ്മളുടെ മനസ്സ് നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് എന്നാണ് ഇതിൽ എത്താൻ പോകുന്നത്. ഒന്നുകൂടെ ഓർക്കണം, നമ്മൾ ജീവിതത്തിൽ കൂട്ടിവെച്ചിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും എല്ലാം പുറത്താരും തന്നതല്ല, മറിച്ച് നമ്മുടെ മനസ്സ് തന്നെ നൽകുന്ന വ്യാഖ്യാനങ്ങളാണ്. പുറത്തുള്ള ലോകം പോലും സത്യമല്ല. വെറുതെ ആണോ ഗുരു ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞത്, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, ശരിയായ കാഴ്ചയല്ല കേട്ടോ, എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല.
ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രവും പോകണ്ട, ഒരു രാമായണവും പോകണ്ട, ഒരു വേദത്തിലും പോകണ്ട, ഒന്നിലും പോകണ്ട. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ആ ദർശനം ഗുരുവിൽ വിശ്വസിച്ച് സമർപ്പിച്ച് പഠിച്ചാൽ ഇതെല്ലാം സ്വായത്തമാക്കുന്ന ആ അറിവ് നമ്മിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ദർശനത്തോട് ചേർത്ത് നമ്മൾ നടന്ന വഴിയിലൂടെ നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളിലേക്കൊക്കെ ഒന്ന് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആമുഖമായിട്ട് പറയുമ്പോൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 10 ശ്ലോകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. 8 ശ്ലോകങ്ങളാണ് ആചാര്യസ്വാമികൾ രചിച്ചത്. ബാക്കി 2 ആചാര്യ ശിഷ്യന്മാരാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ് എന്ന് പറഞ്ഞു. ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് ഇത് എഴുതിയത്. ഗുരുവിൻ്റെ കൃതികൾ ഒക്കെ ചേർത്ത് നമ്മൾ പറഞ്ഞു. അർദ്ധനാരീശ്വര സ്തവം പോലെ, ബ്രഹ്മവിദ്യാപഞ്ചകം പോലെ, അതുപോലെ തന്നെ ഭദ്രകാളി അഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം, അതുപോലെയൊക്കെയുള്ള കൃതികൾ ഈ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ടത് മഹാഗുരുക്കന്മാരുടെ കാരുണ്യത്തിലും കൃപയിലുമാണ് ഇന്ന് ഈ ലോകം പുലരുന്നത്. ഇനിയുള്ള കാലങ്ങൾ ഒരു മാസത്തിൽ, കർക്കിടക മാസം 1 മാസത്തിൽ മാത്രം ഗുരുദേവന്റെ ആത്മോപദേശ ശതകം പാരായണം ചെയ്യുക എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി സ്ഥാപിക്കരുത്. ഇനി നമ്മൾ പറഞ്ഞു എന്ത് വെക്കൂന്ന് പറയട്ടെ, ആത്മോപദേശ ശതകം പാടണമെങ്കിൽ കർക്കിടക മാസം മന്നം, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ആക്കി ഒരിക്കലും എടുക്കരുത്. ഇപ്പോൾ രാമായണം തൊടുന്നത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, തൊടാൻ പാടില്ല എന്നാണ് പറയണത്. കാരണം അതിലടങ്ങിയിരിക്കുന്ന മൂല്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മൾ അറിയേണ്ട വേദതത്വങ്ങൾ, കുഞ്ഞുരാമൻ്റെയും ഇവരുടെയൊക്കെ കഥ, അതിനകത്ത് എല്ലാ ജീവജാലങ്ങളും പെടുന്നുണ്ട്. കഥ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, കഥ പഠിച്ചു, തത്വം കളഞ്ഞു. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിലാകവേ ഉള്ള നമ്മുടെ നിലനിൽപ്പിൻ്റെ രഹസ്യമാണ് ആ പറയുന്നത്. അത് പാരായണം ചെയ്യാൻ 1 മാസമല്ല, നമ്മുടെ ഓരോ ശ്വാസമുള്ളപ്പോഴും നമ്മളത് ആ ശ്വാസത്തിൽ അതുണ്ടാവണം. പ്രത്യേകിച്ചൊരു മനസ്സിരുത്തി പഠനത്തിന് 1 മാസം വയ്ക്കുന്നു എന്ന് മാത്രമേ കരുതാവുള്ളൂ കേട്ടോ. പറഞ്ഞ് നമ്മൾ അതിൻ്റെ അർത്ഥം മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ശരിക്കും ഗുരുക്കന്മാർ നമ്മോട് കാണിച്ച കൃപയല്ലേ നമുക്ക് ഇന്നിങ്ങനെ കൂടിയിരിക്കാനും പ്രാർത്ഥനകൾ ചൊല്ലാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നത്. അവരറിഞ്ഞ് അനുഭവിച്ച സത്യത്തെ നമുക്ക് തന്നതുകൊണ്ടല്ലേ നമ്മളത് പഠിക്കണത്. അതാദ്യം നമുക്ക് വേണം. കൃപയാണ്, ഗ്രാറ്റിറ്റ്യൂഡ്, കരുണ, നന്ദി എന്നൊക്കെ പറയാം. ഇത് നമുക്ക് ഓരോ നിമിഷവും ഗുരുക്കന്മാരോട് ഉണ്ടാവണം. ഇപ്പം ഇവിടെ 8-ാം നൂറ്റാണ്ടിലാണ് ശങ്കരഗുരു ജന്മം കൊണ്ടത്. 19-ാം നൂറ്റാണ്ടിലാണ് ശ്രീനാരായണ മഹാഗുരു ജന്മം എടുക്കുന്നത്, അവതാരം കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഗ്യാപ്പ് ഒത്തിരി ഉണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. അവരുടെ സാമൂഹികമായ ജീവിതവും ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവും വൈദികവും എല്ലാ കാര്യങ്ങളിലും ഭിന്നതയുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ അന്നും ഇന്നും ഭിന്നതയുണ്ടോ? അവർ പറഞ്ഞു വെച്ച പരമസത്യം, ആ അദ്വൈത ദർശനത്തിന് അന്നും ഇന്നും ഒരണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ ആ മാറ്റമില്ലാത്ത സത്യത്തെ അവർ പറഞ്ഞപ്പോൾ അതാത് കാലഘട്ടത്തിനും അതാത് ജനതയുടെ ബുദ്ധിവികാസത്തിനും അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ വ്യാഖ്യാനങ്ങളെല്ലാം കളഞ്ഞിട്ട് അവർ പറഞ്ഞ സത്യത്തെ മാത്രം നമുക്ക് പഠിക്കാം. ഇത്രയും മാത്രം നമ്മൾ ചിന്തിച്ചെടുത്താൽ മതി. കാരണം അത് മാറ്റമില്ലാത്ത സത്യമാണ്. അന്ന് നമുക്കറിയാം, ആ ശങ്കര ഭഗവത്പാദരുടെ കാലഘട്ടത്തിലും വേദതത്വങ്ങൾ ആ സ്മൃതിയിലേക്ക് കൂപ്പുകുത്തിയ കാലമാണ്. ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒക്കെ പോയി അദ്വൈത സത്യം മറഞ്ഞുപോയ ഒരു കാലത്താണ് ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഒക്കെ ഭാഷ ചമച്ചുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ അദ്വൈത സത്യത്തെ പ്രചരിപ്പിച്ചത്. അതങ്ങ് കൊച്ചു പാദങ്ങൾ അങ്ങ് എവിടെ വരെ, കാശ്മീര് വരെ, ഭാരതത്തിലുടനീളം സഞ്ചരിച്ചങ്ങ് കാശ്മീരിൽ വരെ ആ കുഞ്ഞു പാദങ്ങൾ സ്പർശിക്കാത്ത ഇടയില്ല ഈ അദ്വൈത സത്യത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ അവർ തന്ന കൃപ, ആ കൃപ നമ്മളെന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അവതരിക്കുന്നൊരു കാലഘട്ടം, മനുഷ്യരായി ജീവിക്കാൻ പോലും ഒരു മനുഷ്യന് അവകാശം പോലും നിഷേധിക്കപ്പെട്ട പ്രാകൃതമായ ഒരു രീതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഗുരു ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഈ പരമസത്യമാണ്. ഇപ്പം കാലമൊക്കെ മാറിയില്ലേ?
ആത്മീയമായ അറിവിലേക്ക് ഉണരാൻ ഇപ്പോൾ എത്ര എത്ര ഉണർവാണ് നമ്മൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ കാലത്തെയും കടന്ന ആ ഒരു പരമസത്യം എന്നും അവിടെ ശാശ്വതമായി തന്നെ നിൽക്കും. അതുകൊണ്ട് ഗുരുക്കന്മാർക്ക് ഭേദഭാവനകൾ നമ്മൾ കൽപ്പിക്കാൻ പാടുള്ളതല്ല. അത് നമ്മൾ ആദ്യം തന്നെ അറിയണം. അതന്നെ ഗുരു പറഞ്ഞില്ലേ നമ്മളോട് എപ്പോഴും അത് ഓർക്കുക. ഗുണമാം കുന്നേറി അങ്ങു നിൽക്കുന്ന മുനിമാരുടെ കോപം ക്ഷണികമെന്നാകിലും ഭൂവിൽ ദുർവാരമാമത്. അവർ ജീവിച്ചത് ഒന്നിനും വേണ്ടിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഗുരു ഒരു നിമിഷം ഗുരുവിൻ്റെ ജീവിതത്തിൽ 73 വർഷം വരെയുള്ള ഭൗതിക ജീവിതത്തിൽ ഒരു നിമിഷം ഭഗവാൻ അവിടത്തേക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. മുഴുവനും ഈ ലോകത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരും ഈ ലോകത്തോട് കൃപ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ കൃതി എടുത്തതെന്ന് വെച്ചാൽ, സരള അദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. സരളമായി അദ്വൈതത്തിന് ഭാഷ്യം ചമച്ച ഗുരുവിനെ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വളരെ ലളിതമായി അദ്വൈതത്തിന് ഭാഷ്യം ചമച്ചു ഭാഷ്യകാരനായ ഗുരു. ഏതിനൊക്കെ ഭാഷ്യം ചമച്ചത്? പ്രസ്ഥാനത്രയങ്ങൾക്ക്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? വഴി. ഏത് വഴിയാണത്? ഈ വഴിയിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം. അതിനെയാണ് പ്രസ്ഥാനം എന്ന് പറയാം. 2 വഴിയുണ്ട് നമുക്ക്. ഒന്ന് സുഖഭോഗങ്ങൾ നിറഞ്ഞൊരു വഴി, അത് നശ്വരമാണ്, ദുഃഖാത്മകമാണ്. ഒന്ന് സത്യത്തിലേക്കുള്ള വഴി, അവിടെ തിരക്ക് കുറവാണ്, അവിടെ ശാന്തിയുണ്ട്, അവിടെ ഇനി ജനിമരണങ്ങളില്ല. ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വഴി കാട്ടി തന്നിട്ടുണ്ട്. തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയട്ടെ, വഴി എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ തത്വത്തിലേക്ക്, നമ്മുടെ പരമസത്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തെളിച്ചു തരുന്നതിനെയാണ് വഴി എന്ന് പറയുക, പ്രസ്ഥാനം എന്ന് പറയുക. അപ്പോൾ ആ വഴിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അവർ വെട്ടിത്തെളിച്ചു തരുന്ന വഴിക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ജീവിത വിജയമുണ്ടാവും. ദുഃഖ ദുരിതങ്ങളില്ല, ശരീരത്തിൽ പെട്ടിനി വലയില്ല. അപ്പോൾ അത് ഉറപ്പുള്ള വഴിയാണ്. മറ്റേ വഴി അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ അല്ലെ. ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്നു കൈവരുന്നതിന്നിതിന്നി അടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ അല്ലേ. നീ മാത്രമേ സത്യമുള്ളൂ. അങ്ങും ഇങ്ങും കൊണ്ടുപോയി വലയ്ക്കാതെ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആ നേരായ വഴിയിലൂടെ നമുക്ക് നടക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഏനൈവ യാതായതയോസ്യ പാരഃ തേനൈവ മാർഗം തവ നിർദ്ദിശാമി. ദുഃഖദുരിതത്തിൽ പെട്ടിരിക്കുന്ന ഒരുവനോട് ഒരു ഗുരു പറയുക, ഏതു മാർഗത്തിലൂടെയാണോ മഹാപുരുഷന്മാർ സഞ്ചരിച്ച് ജീവിത വിജയം നേടിയത്, ആ വഴി നിനക്ക് ഉപദേശിച്ച് തരാം കുഞ്ഞെ. ആ വഴിയിലൂടെ നീയും സഞ്ചരിച്ചോളൂ അല്ലേ. അപ്പം നമ്മളും ആ വഴി, ആ ഗുരുവിൻ്റെ പാദവംശുക്കൾ പതിഞ്ഞ ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ നമ്മളും ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം ചമച്ച ശങ്കരഗുരുവിനെ നമ്മൾ പറഞ്ഞു. അതിലെ പ്രസ്ഥാനങ്ങൾ ഒന്ന് ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ പ്രസ്ഥാനം 3 തരമുണ്ട്. പ്രസ്ഥാനം കേട്ടോ, പ്രസ്ഥാനം 3 വിധം: ശ്രുതി പ്രസ്ഥാനം, സ്മൃതി പ്രസ്ഥാനം, യുക്തി പ്രസ്ഥാനം. ശ്രുതി, സ്മൃതി, യുക്തി. ശ്രുതി എന്ന് പറഞ്ഞ വേദം, സ്മൃതി എന്ന് പറഞ്ഞ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രചന. യുക്തി എന്ന് പറഞ്ഞ ഇതിൻ്റെയൊക്കെ യുക്തിപൂർവ്വം ചിന്ത ചെയ്യുന്ന വിഭാഗം. ശ്രുതി പ്രസ്ഥാനം, സ്മൃതി പ്രസ്ഥാനം, യുക്തി പ്രസ്ഥാനം. ശ്രുതി പ്രസ്ഥാനത്തിൽ പെടുന്നതാണ് ഉപനിഷത്തുക്കൾക്ക് രചിച്ച ഭാഷ്യം. ഗുരുവിൻ്റെ കൃതികളും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ. അപ്പോൾ ഉപനിഷത്തുക്കൾക്ക് രചിച്ച ഭാഷ്യമാണ് ശ്രുതി പ്രസ്ഥാനം. അതിൽ ദശോപനിഷത്ത് വരും. അതിലേക്ക് പോകുന്നില്ല. ഈശകേന കടപ്രശ്ന മുണ്ടമാണ്ഡ്യൂക്യ തൈത്തിരി ഐതരേയം ചാന്തോക്യം ബൃഹദാരണ്യകം തഥാ നമ്മൾ
പഠിച്ചു വെച്ചിട്ടുണ്ട്. 10 ഉപനിഷത്തുകൾക്ക് ശങ്കരാചാര്യർ രചിച്ച ഭാഷ്യം ശ്രുതി പ്രസ്ഥാനത്തിൽ പെടുന്നു. അടുത്തത് സ്മൃതി പ്രസ്ഥാനം. അത് ഇതിഹാസം, പുരാണം, ധർമ്മശാസ്ത്രങ്ങളൊക്കെ. അതിലെ ഭാരതത്തിന്റെ 2 ഇതിഹാസമാണ് രാമായണവും മഹാഭാരതവും. 2 എപ്പിക്സ്. ഇവിടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ പറയണം, 2 എപ്പിക്സ് ആണ്, ഇതിഹാസമാണ് രാമായണവും മഹാഭാരതവും. ഇതിലെ മഹാഭാരത അന്തർഗതമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിന്റെ ഒത്ത നടുക്കുള്ള ഭീഷ്മപർവം എന്ന അധ്യായത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. ഈ ഭഗവത്ഗീതയ്ക്കാണ് ആചാര്യസ്വാമികൾ ഭാഷ്യം ചമച്ചത്. കാരണം എന്തിനാ ഭാഷ്യം ചമച്ചതെന്ന് വെച്ചാൽ, ഗീതാ തത്വങ്ങൾ തോന്നുന്ന രീതിയിൽ ഓരോരോ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ച് അവരവരുടെ തരത്തിലേക്ക് അതിനെ വലിച്ചുകൊണ്ട് പോയപ്പോൾ, പരമസത്യം മറഞ്ഞു പോയപ്പോൾ, ഇതാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്യത്തെ അനുഭവിച്ച ആചാര്യസ്വാമികൾ അദ്വൈത സത്യത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിന് ഭാഷ്യം ചമച്ചു. അതുകൊണ്ടാണ് ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നത്, സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ. അദ്വൈതത്തിന് ഭാഷ്യം ചമച്ചു തന്ന ഗുരു എന്ന് ഗുരു തന്നെ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കാം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോ അങ്ങനെ സ്മൃതി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ചത് കൊണ്ടാണ് സ്മൃതി പ്രസ്ഥാനം എന്ന് വന്നത്. അതുപോലെ യുക്തി പ്രസ്ഥാനം. ഇനി ബ്രഹ്മസൂത്രമുണ്ട്. എന്താ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ? വേദത്തിന്റെ പൊരുള് സൂത്രരൂപത്തിലാക്കി ചെറിയ ചെറിയ അല്പമായ അക്ഷരത്തോടുകൂടി സാരവത്തോടുകൂടി പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന തരത്തിൽ, ഈ ലോകത്തിന്റെ തത്വം ഉൾക്കൊള്ളുന്ന തരത്തിൽ യാതൊരു സംശയങ്ങൾക്കും ഇടവരാതെ രചിച്ച ഗ്രന്ഥങ്ങളാണ്, രചിച്ച വാക്യങ്ങൾക്കാണ് സൂത്രവാക്യം എന്ന് പറയാം. അപ്പൊ വേദതത്വങ്ങളെ സൂത്രരൂപത്തിലാക്കി ബ്രഹ്മസൂത്രം രചിച്ചു. അവിടെ ബ്രഹ്മസൂത്രം പഠിച്ചൊക്കെ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. ഡിഗ്രി ലെവലിലൊക്കെ ബ്രഹ്മസൂത്രം പഠിച്ച് പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ. അവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിദ്ധാന്ത പക്ഷത്തോടൊപ്പം ധാരാളം പൂർവപക്ഷങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ച് അതിനെ കണ്ടിച്ച് പിന്നെ സിദ്ധാന്ത പക്ഷത്തെ സ്ഥാപിച്ച് അങ്ങനെ ഈ ഖണ്ഡനവും മണ്ഡനവും എല്ലാമായിട്ടാണ് ഇങ്ങനെ കടന്നു പോണത്. പല പല വാദങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ പറയുന്ന എന്തിനാ ഇപ്പം ഇത് പറയണേന്ന് വെച്ചാൽ, നമ്മൾ വേദാന്ത സൂത്രത്തിന്റെ ഒരു പഠനം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഈ മണ്ഡനവോ അല്ലെങ്കിൽ ഖണ്ഡനവോ ഒന്നുമില്ലാതെ ഈ കലിയുഗത്തിലേക്ക് അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ അതേ ഋഷി ശങ്കര ഗുരു ഏത് ദക്ഷിണാമൂർത്തിയുടെ ഗുരുരൂപമാണോ അതേ ഗുരുരൂപം തന്നെയായി ഈ കലിയുഗത്തിലേക്ക് അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ അതിനെ 24 സൂത്രങ്ങളാക്കി, ഖണ്ഡനവും മണ്ഡനവും ഒന്നുമില്ലാതെ 24 സൂത്രങ്ങളാക്കി നമ്മൾ അറിയേണ്ട സത്യമായി നമ്മുടെ കയ്യിലേക്ക് തന്നു. വെളിച്ചം കാണുന്നേ ഉള്ളൂ, ചൊല്ലാൻ പോലും അതിൻ്റെ അടുത്തേക്കൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതും ഉപനിഷത്ത് സാരസംഗ്രഹമാണ്. ഗുരുവിൻ്റെ കൃതികളുടെ ചുരുക്കമാണ് വേദാന്ത സൂത്രം. ഒരു സൂത്രം അതിനെ എക്സ്പാൻഡ് ചെയ്ത ഗുരുവിൻ്റെ കൃതി 24 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ കൃതികൾ മൊത്തമായി. കോഡിങ്ങിലാണ് തന്നേക്കണത്. അത് നമ്മൾ വിചാരം ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു അത്ഭുത ലോകം കാണുന്ന പോലെയാ. ഗുരു അത്ര വളരെ കുറച്ച് അക്ഷരത്തിൽ ആ ഒരു 3, 4, 5 അക്ഷരത്തിൽ എത്രയോ ഉപനിഷത്തുക്കളുടെ സത്യമാണ് ഭഗവാൻ നമുക്ക് തന്നേക്കണത്. നമ്മളെന്നാ പഠിക്കുക ഇനി അല്ലേ? അതിലേക്കൊക്കെ നമ്മളെ എത്തിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ബ്രഹ്മസൂത്രം. അങ്ങനെ അത് യുക്തി പ്രസ്ഥാനത്തിൽ പെടുന്നതാണ് ബ്രഹ്മസൂത്രം. 555 സൂത്രങ്ങളിലാക്കി ഗുരു നമുക്ക് ശങ്കര ഭഗവത്പാദര് വേദവ്യാസൻ ബ്രഹ്മസൂത്രം രചിച്ചു. ഈ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചപ്പോഴാണ് എങ്ങനെ വന്നത്? അത് അനേകായിരം പേജുകളായിട്ട് മാറി. അങ്ങനെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചു ശങ്കരഗുരു. അപ്പോൾ പ്രസ്ഥാനത്ര ഏതാന്ന് മറക്കരുത്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വഴിയാണ്, യാത്രയാണ്. നമ്മളൊരു യാത്ര തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് അറിയോ? എത്ര ജന്മങ്ങളായെന്ന് അറിയോ? നമുക്കറിയില്ല. എത്ര ജന്മങ്ങളായി യാത്ര തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ ഒരു അമ്മയുടെ വയറിൽ നിന്നും വന്നതല്ല നമ്മള്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്രയും പ്രയാസപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും എന്നൊക്കെ ഗുരുക്കന്മാർ പാടി തന്നെ. എന്തുകൊണ്ടാ? അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ശ്രേഷ്ഠ ജന്മമായ മനുഷ്യജന്മത്തിലേക്ക് എത്തുന്നത്.
അപ്പോൾ ആ ഒരു വഴിയുണ്ടല്ലോ, ആ വഴി എവിടെന്നാ തുടങ്ങിയെന്ന് നമുക്ക് അറിയില്ല, മറന്നുപോയി. കാണുന്ന വണ്ടിയിലൊക്കെ കയറി എവിടെയെങ്കിലും ഇറങ്ങും, പിന്നെ അടുത്ത വണ്ടിയിൽ കയറി അവിടെ എവിടെയെങ്കിലും ഇറങ്ങും. അങ്ങനെ ഓരോ സ്റ്റോപ്പിൽ ഓരോ ജന്മങ്ങൾ ഇറങ്ങി 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 ഏതോ ഒരു ജന്മത്തിൽ വന്നപ്പോൾ സുഹൃതം കൊണ്ടോ പുണ്യം കൊണ്ടോ ദാ ഈ പ്രഭാത വേളയിൽ ഈ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേപ്പിച്ചിരുത്തി കുളിപ്പിച്ച് കുട്ടികളാക്കി ഇരുത്തിയിട്ട് ദാ ഇത് പറഞ്ഞു തരാൻ ഗുരുവിൻ്റെ പറയിപ്പിക്കാനും പറഞ്ഞു തരാനും ഒക്കെ പൂർവജന്മ സുഹൃതമായി നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തോ പുണ്യമാണ് അല്ലേ. ഈ ഒരു വഴി, ഇതാ നിന്റെ വഴി കേട്ടോ, ഇതാ നിന്റെ വഴി, നീ ഇതിലെ സഞ്ചരിച്ചോളൂ, ഒരു യാത്രയെങ്കിലും തുടങ്ങി വെക്കൂ എന്ന് പറയാൻ ഗുരുക്കന്മാർ നമ്മുടെ മുന്നിലുണ്ടായി അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് ഈ ശരിയായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ വഴിയാണ് പ്രസ്ഥാനം, ആ വഴിയിലേക്കുള്ള സഞ്ചാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയായ വഴിയിലേക്കുള്ള സഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ. ഭക്തി പോലും സത്യമറിഞ്ഞ് ഭക്തി ചെയ്യാതെ അത് ലക്ഷ്യത്തിലെത്തില്ല. ആത്മോപദേശ ശതകം ഇനി പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ സത്യമറിഞ്ഞ് അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ 4 വരികളും നമ്മൾ ആലപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ ഒരു വെളിച്ചം കടന്നു വരും. ആ വെളിച്ചമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വെറുതെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ നാവ് തളർന്ന് ശരീരം തളർന്ന് നമ്മളൊന്നും അറിയാത്തവരായി മാറിപ്പോവും. അതല്ല, എന്താ ഗുരു ഇതിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്നത്? നമുക്കിവിടെ ആത്മോപദേശ ശതകമൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെ. അതൊക്കെ വെറുതെ കളയാതെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ വരി. എത്ര 10 ശ്ലോകം ഒരാൾ ചെല്ലണമെങ്കിൽ ആ 10 ശ്ലോകത്തിൻ്റെയും പൊരുൾ എന്താണ് ഒന്ന് വെറുതെ ചിന്തിക്കുക. എന്നിട്ട് മനസ്സിൽ ഗുരുവിനെ സമർപ്പിച്ചുകൊണ്ട് അത് ചൊല്ലുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വെളിച്ചമുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒരു ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ വരി എടുക്കാം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. വിശ്വത്തിന്റെ പര്യായ പദങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം. ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. ദർപ്പണം കണ്ണാടിയാണ്. ദൃശ്യമാനം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന. നഗരീ തുല്യം നഗര സദൃശമാണ്. കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെയാണ് ലോകം. ഒരു പ്രതിബിംബം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ മോഡേൺ സയൻസ് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഗുരുക്കന്മാർ എന്തായിരുന്നു പറയണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ആധുനിക ശാസ്ത്രവും ആധ്യാത്മികതയിലേക്ക് നടന്നെടുക്കാതെ ലോകസത്യം തിരിയില്ല, മനസ്സിലാവില്ല, കണ്ടെത്താനാവില്ല. അപ്പോൾ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെയാണ് ലോകം എന്നാണ് ആ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. തുല്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. അപ്പോൾ അത് എന്താണ് പ്രപഞ്ചം എന്നതിന് ഗുരു ഏറ്റവും ചെറിയ വാക്കുകളിൽ ഏറ്റവും സാരവത്തായ ഒരു നിർവചനം നമുക്ക് ഗുരു തന്നിട്ടുണ്ട്. എന്താണ് പ്രപഞ്ചം? ഗുരുവിൻ്റെ കൃതികൾ മൊത്തം അതാണ്. പ്രപഞ്ച വിശദീകരണവും അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെ വിശദീകരണവുമാണ്. ഒരു വാങ്മയ ചിത്രം തന്നെയാണ് അത്. പക്ഷെ ഗുരു വളരെ കൃത്യമായ ഒരു കൃതിയിൽ എന്താണ് പ്രപഞ്ചം, അത് ഏത് കൃതിയാന്ന് ഓർമ്മയുണ്ടോ? ഏതാണ്? ദർശനമാലയിൽ നിറയുണ്ട്. ദർശനമാല അല്ല, അത് ഇന്ന് സ്കിപ്പ്. അദ്വൈത ദീപിക. അതില് ദർശനമാലയിൽ മുഴുവൻ അത് തന്നെയാണ് പറയണം. അത് നമുക്ക് കൃതി വ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോണേ. അപ്പൊ നോക്കിയോ, അദ്വൈത ദീപികയിൽ എന്താ പ്രപഞ്ചത്തിന്റെ ലക്ഷണം പറഞ്ഞേക്കണ? പേരായിരം ഈ പ്രതിഭ വിഷയമായിരമാം പ്രപഞ്ചം അല്ലേ. അപ്പൊ ഇതുപോലെ പ്രപഞ്ചത്തിന് നിർവചനം തന്നിട്ടുള്ള ഒരു ഗുരു ഉണ്ടോ? നമ്മൾ ആലോചിക്കുമോ? എന്ത് കുറച്ച് വാക്കുകളിൽ എന്ത് അർത്ഥസമ്പൂർണതയോടുകൂടി ആ ഗുരു നമുക്ക് ചുരുക്കി തന്നേക്കണം. പേരായിരം, നാമവും രൂപവും മാത്രമേ ഉള്ളൂ ഇവിടെ. ഏത് വസ്തുവിനും പേരില്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. നെയിം ആൻഡ് ഫോം, അതാണ് പ്രപഞ്ചം. അപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ ഈ 1000 തൊട്ടെണ്ണുമ്പോൾ 1000 എന്നല്ല അർത്ഥം, അനന്തം എന്നുള്ള അർത്ഥമാണ് 1000-ന്. അനന്തമായ നാമങ്ങളും രൂപങ്ങളും. പിന്നെ പ്രതിഭയായിരം, ആ നാമവും രൂപവും ഒരു ആശയമായി നമ്മൾ ഇരിക്കുക. ഇപ്പൊ ധന്യ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ, ഒരു പേര് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ലോകം.
ടീച്ചറുടെ കുട്ടികളുടെ ലോകം, ടീച്ചറുടെ ആധ്യാത്മിക ലോകം, ടീച്ചറിൻ്റെ ധർമ്മപ്രചരണം, ടീച്ചറിൻ്റെ കരുണ, ടീച്ചറിൻ്റെ ചിരി ഒക്കെ ഒരു ആശയമായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ വരും. ഇപ്പം രമേശ് എന്ന് കേൾക്കുമ്പോൾ അതാ സ്മൈലിൻ്റെ കോർഡിനേറ്റർ എത്രയോ പേരെ കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തോ ഒരു ആശയങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കടന്നു വരും. ഒരു പേര് കേൾക്കുമ്പോൾ ആ ആശയങ്ങൾ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതിനെയാണ് പ്രതിഭ എന്ന് പറയുക. പേര്, ആ പേര് കൊണ്ട് അടക്കി വെച്ചിരിക്കുന്ന ആശയങ്ങൾ അല്ലേ. പിന്നെയോ പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിൽ ആരാലെഴും, അവയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉയർന്നുയർന്നേറ്റ് വരുന്ന ആയിരക്കണക്കിന് വിഷയജാലങ്ങൾ. ഒരു പേര് കേട്ടാൽ മതി, നമ്മളിലേക്ക് എത്രയോ കണക്റ്റഡ് ആയിട്ടുള്ള ഭൗതിക വിഷയങ്ങൾ കയറി വരും. ഇതാണ് ലോകം. ഭൗതിക ലോകത്തെ, മെറ്റീരിയൽ വേൾഡ്, നമ്മൾ അവിടെ സ്പിരിച്വൽ കൂട്ടിക്കലർത്താതെ ഗുരു പറഞ്ഞ കാര്യമാണ്. ആയിരക്കണക്കിന് പേരുകളും അത് ഉൾക്കൊള്ളുന്ന ആശയവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന നിരവധിയായ വിഷയജാലങ്ങളും ചേർന്നതിനെ നമുക്ക് വേണേൽ പ്രപഞ്ചം എന്ന് വിളിക്കാം. എന്നിട്ട് ഗുരു പറയാ, ഒരായികിൽ നേര് അന്വേഷിച്ചില്ലെങ്കിൽ ഈ കാണുന്നതൊക്കെ സത്യം, ഞാനും എൻ്റെ വീടും എൻ്റെ മക്കളും എൻ്റെ വിദ്യാലയവും ഒക്കെ സത്യം, അതെന്നും എൻ്റെയോടൊപ്പം ഉണ്ടാവും കരുതാം. എന്നിട്ട് അങ്ങ് ചത്തുപോകുന്നു പാവം ശിവ ശിവ, അങ്ങനെയും പോവാം. ഓരായിരിക്കും ഇതിനെയൊക്കെ നേരായി പിടിച്ചോണ്ട് പോകാം. പക്ഷേ എത്ര മാത്രമേ സത്യത്തെ ഉള്ളെന്ന് ഗുരു പറയാ, കിനാവുണരും വരേക്കും നേര്. ആ പ്രപഞ്ചത്തിന്റെ സത്യത്വം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആഹാ എന്ത് രസം, എന്തൊക്കെയാ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മളോടൊപ്പം പഠിച്ചിരുന്ന ആളുകളെയൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അവരുമായിട്ട് കളിക്കുന്നു, ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, തമാശ പറയുന്നു, ഇതൊക്കെ കണ്ടപ്പോൾ ആ ഒരു ലോകം തന്നെ ഉണ്ടായി, നമ്മൾ ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഫിസിക്കലി നമുക്ക് അതിൻ്റെ എല്ലാ എക്സ്പ്രഷൻസും നമ്മൾ കാണിക്കും. പക്ഷേ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടത് മുഴുവൻ അവനിലേക്ക് അടങ്ങിയിട്ട് മറ്റ് ദൃശ്യങ്ങളൊന്നുമില്ല. ഒരു കൂട്ടുകാരെയും കൊണ്ടല്ല കിടക്കാൻ പോയത്. പക്ഷെ കണ്ടപ്പോൾ ഇവരൊക്കെ വന്നു, ഇത് അകത്താണ്, പുറത്തല്ല കണ്ടത്. പക്ഷെ പുറത്തെന്ന പോലെ കണ്ടത് അകത്താണ്. ഒരു വസ്തുവും കൊണ്ടല്ല പോയത്. കൂട്ടുകാരുടെ വീട്ടിലൊന്നും പോയില്ല, ഞാൻ എൻ്റെ കട്ടിലിലാണ് കിടന്നത്. പക്ഷേ ഇതിനെല്ലാം പുറത്തെന്ന പോലെ ഞാൻ കണ്ടു, നേരായ പോലെ കണ്ടു. മനസ്സിലാക്കിക്കോണം, അത് തന്നെയാണ് ഇതിൻ്റെ ആശയത്തിലേക്ക് വരാൻ പോകുന്നത്. അതിനാണ് ഇതെടുത്ത് വെച്ചത് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ താഴെ ഒരു വരി ചേർത്തിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെയും കൂടി ഒന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഏതുപോലെയാന്ന് പറയാ, ഒരായിരം നേര് കിനാവ് ഉണരും വരേക്കും നേര്. സ്വപ്നത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഉണരുന്നവരേക്കും കണ്ടതെല്ലാം സത്യം. ഉണർന്നളവ് ഉണർന്നവനാം അശേഷം. ഉണർന്നു കഴിഞ്ഞപ്പോഴോ ഉണർന്നവൻ കണ്ടവൻ ദൃക്ക് മാത്രമുണ്ട്, ദൃശ്യങ്ങളെല്ലാം മറഞ്ഞു. ഉണർന്നപ്പോൾ കണ്ടവൻ മാത്രമേ ഉള്ളൂ, കാഴ്ചകളില്ല. കണ്ടവനെ ആശ്രയിച്ചാണ് കാഴ്ചകൾ നിൽക്കുന്നത്. കാഴ്ചകൾക്ക് കണ്ടവനെ നിന്ന് ഭിന്നമായ ഒരു നിലനിൽപ്പില്ല ദൃശ്യങ്ങൾക്ക്. അപ്പോൾ താൻ കണ്ടു, തന്നിൽ ഒരു സൃഷ്ടി നടക്കുകയാണ്. അത് ഗുരു പഠിക്കുക. നമ്മൾ ഓരോരുത്തരിലും ഓരോ സൃഷ്ടി നടക്കുകയാണ്. നമ്മൾ ലോകത്തെ തന്നെ സൃഷ്ടിച്ചു, കണ്ടു, അനുഭവിച്ചു, നമ്മിലേക്ക് തന്നെ ലയിപ്പിച്ചു, എഴുന്നേറ്റ് പോന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പണ്ട് കണ്ടുപോയ, അല്ലെങ്കിൽ എന്നെ വിട്ടുപോയ എൻ്റെ അച്ഛൻ്റെ മുഖം, അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് കണ്ടു, എന്നോട് കേട്ടു, ഞാൻ അനുഭവിച്ചു, അച്ഛൻ എന്നെ വിളിച്ചു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ കണ്ടവൻ മാത്രമല്ലേ ഉള്ളൂ, കാഴ്ചകൾ മുഴുവൻ പോയി മറന്നില്ല, എൻ്റെ ഓർമ്മ നമ്മളിലുണ്ട്. അതുപോലെയാണ് ജാഗ്രതും. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയ അനുഭവം. ഈ 3 അനുഭവങ്ങളിലാണ് ഈ ലോകം ഇങ്ങനെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജാഗ്രത്തിൽ കാണുന്നതിനെ മാത്രം നമ്മൾ സത്യമെന്ന് പിടിച്ചേക്കുക. ഈ സ്വപ്നത്തിൽ കണ്ടതിനെ സ്വപ്നം കളയും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എല്ലാം സ്വപ്നതുല്യം. ജാഗ്രത സ്വപ്നം, നീണ്ട സ്വപ്നം, ദീർഘ സ്വപ്നം. 70 വയസ്സോ 80 വയസ്സോ 90 വയസ്സോ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ഡ്രീം. മറ്റത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന സ്വപ്നം. രണ്ടും ഈക്വലാ. കിനാ ഉണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവനാമശേഷം. ഉണർന്നപ്പോൾ ഉണർന്നവൻ മാത്രമേ ഉള്ളൂ, ദൃശ്യങ്ങൾ പോയി മറഞ്ഞു. തന്നിൽ നിന്ന് സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിച്ച് ചേർത്ത് വെച്ചിട്ട് പോന്നു. അതുപോലെ പ്രബോധ സമയേ, ബോധോദയം ഉണ്ടാകുമ്പോഴേ,
ബോധോദയം ഉണ്ടാകുമ്പോൾ ഈ കണ്ടതെല്ലാം രാത്രിയിൽ കണ്ട് സ്വപ്നം കണ്ട് തന്നിലേക്ക് ചേർത്ത് വെച്ചതുപോലെ ആത്മീയമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ, പരമസത്യത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ ലോകം തന്നിൽ നിന്നാണ് ഉണ്ടായതെന്നും താനല്ലാതെ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന ഗുരുവാണ്. ഉണർന്നവനാമശേഷം. അപ്പോൾ ഈ ലോകത്തെ സത്യമെന്ന് കരുതി പിടിച്ചുകൊണ്ടിരിക്കുന്നവനോട് ഗുരു പറയാണ്, സ്വപ്നത്തിൽ നീ സ്വപ്നം കണ്ടപ്പോൾ കണ്ടത് സത്യാന്ന് കരുതിയില്ലേ, അത്രയും സത്യത്വമേ ഈ ജീവിക്കുന്ന ലോകത്തിനും ഉള്ളൂ എന്ന് ഗുരു പറയണത്. എന്ത് വലിയ ദർശനമാണത്, നമ്മൾ ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ കണ്ണ് തുറന്നൊന്ന് കാണണം. നമ്മൾ മാറി നിന്നുകൊണ്ട് കാഴ്ചക്കാരായി മാറുക. നമ്മൾ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾക്ക് തോന്നും ഈ ലോകത്തെ അങ്ങ് വെട്ടിപ്പിടിക്കാമെന്ന് കരുതി നമ്മൾ ജീവിക്കണത്. നമ്മളൊരു ഈശ്വര പ്രകൃതിക്ക് അനുയോജ്യമായി ചലിക്കുകയാണ്. അതിനപ്പുറം ഒന്നുമല്ല നമ്മൾ. ഗുരു നമുക്ക് ദർശനമാലയെ പറഞ്ഞ പോലെ മന്യേ വദാമി ഗൃഹ്ണാമി ശൃണോമീത്യാദി രൂപതഃ കരോതി കർമ്മ പരമാത്മന ചിത്തേന്ദ്രിയാത്മന. ഇതൊക്കെ ചൊല്ലാനും അല്ലാതെ വെറുതെ പാരായണം ചെയ്യാനും ദർശനമാലയിലെ അർത്ഥം എഴുതി വെക്കാനും ഒന്നും ഉള്ളതല്ല. മന്യേ നിങ്ങൾ പഠിച്ചത് ഇതൊക്കെ സ്വാമി നമുക്ക് നന്നായി പറഞ്ഞു തന്നതാ. ഇതൊക്കെ ചിന്തിക്കുന്നു അല്ലേ, ഞാൻ പറയുന്നു, ഞാൻ എടുക്കുന്നു അല്ലെ, ഞാൻ കേൾക്കുന്നു എന്ന് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് പരമാത്മാവ് തന്നെയാണ്. ഏതുകൊണ്ട്? ചിത്തേന്ദ്രിയാത്മന. അന്ധകരണവും ഇന്ദ്രിയങ്ങളും ഒക്കെ കൊണ്ട് എൻ്റെ ആത്മസ്വരൂപം തന്നെയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഞാനല്ല, ഞാൻ ആ പ്രകൃതിക്ക് അനുയോജ്യമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈശ്വരോന്മുഖമാകുമ്പോൾ നമ്മൾ ഈശ്വരീയമായ ആ വെളിച്ചത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. വാസന അറ്റുപോകുന്നത് വരെ നമ്മൾ ഈ ഭൗതികതയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പുറത്താണ് ദൃശ്യമെന്ന് വിചാരിക്കും, പുറത്തെ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. അവർ നമ്മളോട് വിട്ടുപോകുമ്പോൾ നമുക്ക് സങ്കടം വരും, നമ്മുടെ ഈ ശരീരത്തിന് വിഷമം വരും. ഇപ്പം നമ്മൾ പറഞ്ഞു അത്രയും കാലം ആ ധന്യാത്മാവ് ഗുരുദേവ ഏതൊക്കെ ആരൊക്കെ രചിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം എടുത്ത് ലോകത്തിന് വെളിച്ചമാകട്ടെ എന്ന് കരുതി അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് ആശാൻ പറഞ്ഞ പോലെ ജീവിച്ചു. അത് ആ പ്രാരബ്ധം ആ ശരീരത്തിൻ്റെ തീർന്നപ്പോൾ അത് ഭഗവാനിലേക്ക് ആ പ്രകൃതിയിൽ മറഞ്ഞു. അത്രയേ ഉള്ളൂ നമ്മളും. അതനുസരിച്ച് നമ്മൾ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യണം എന്ന് പറയണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മൾ അദ്വൈത ദീപികയിലെ 4 വരി ഒന്ന് റെഫർ ചെയ്തോളണം നമ്മളിത് പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. ഓരോ വരി വെച്ചാൽ പറയണത് അത് ഹൃദിസ്ഥമാക്കിക്കൊള്ളണം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെയാണ് ലോകം. അത് നിജ അന്തർഗതം. നിജ എന്ന് പറഞ്ഞ ഓൺ, അവനവന്റെ തന്നെ ഉള്ളിൽ നിന്നാണ് ലോകം പുറത്തെന്നതുപോലെ പ്രതിഭാസിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പുറത്തെ കാഴ്ചകളെ കാണിക്കുന്നത് അകത്തെ ശക്തിയാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മവിലാസം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് നിർത്തി വെച്ചോ. അതിൽ ഗുരു പറയാ, ഇതൊക്കെയും നമ്മുടെ മുൻപിൽ കണ്ണാടിയിൽ കാണുന്ന നിഴൽ പോലിരിക്കുന്നു. അത്ഭുതം. ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗുരുക്കന്മാരുടെ വാക്കുകളെ നമ്മൾ ആ ഗുരു ഇങ്ങനെ പറഞ്ഞില്ലേ, ഈ ഗുരു ഇങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ ഗുരു പറഞ്ഞാണ് ശരി, ആ ഗുരു പറഞ്ഞ തെറ്റ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾക്ക് അങ്ങനെ പറയാനുള്ള ആ ഒരു ആത്മീയമായ അറിവോ അല്ലെങ്കിൽ വെളിച്ചത്തിലോ നമ്മൾ എത്തിയിട്ടില്ല. ഒരു പറയുന്നത് ഒരേ സത്യം തന്നെയാണെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നത്. കൃപയോടുകൂടി നിരത്തി വെച്ച് തന്നു. ഒരാളെയും എല്ലാവരെയും അകത്താക്കുകയാണ് ഗുരു. ഗുരു എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് കേൾക്കുമ്പോൾ ആ ദർശനത്തെ നെഞ്ചിലേറ്റുവാൻ ഇന്ന് ലോക ജനകോടികൾ വരുന്നത്. കാരണം ഒന്നും ആ ദർശനത്തിന് പുറത്തല്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ പറയാണ്, ആത്മവിലാസത്തിൽ ഗുരു ആണ് ഗുരു ലോകത്തെ അങ്ങനെയാ കണ്ടതേ. ഗുരുക്കന്മാരുടെ അനുഭവം അങ്ങനെയാ. ഗുരു പറയാണ് ആത്മവിലാസം, ചിജ്ജട ചിന്തനം, അതിൻ്റെയൊക്കെ സത്യ 1ാമത്തെ വരി പഠിക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ വായിച്ചു പോയാൽ ഇത് എന്തെങ്കിലും വ്യത്യസ്തമുണ്ടോ ഇതിന്?
ഒന്നുമില്ല. നമുക്കിപ്പോൾ ഇത്ര നേരം കേട്ടിട്ട് വേറെ ഏതെങ്കിലും കാര്യം പറയണ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. ഗുരു പറഞ്ഞു തന്നേക്കണ തന്നെയാ. അപ്പോൾ പറയാണ്, ഓ ഇതൊക്കെയും കണ്ണാടിയിൽ കാണുന്ന നിഴൽ പോലിരിക്കുന്നു. അപ്പൊ നിഴലാണെന്ന് ഗുരു പറഞ്ഞു തന്നു. ഈ കാണുന്ന പ്രപഞ്ചം കണ്ണാടിയിൽ കണ്ട പ്രതിബിംബം പോലെയാണ് ഇരിക്കുന്നത്. അത്ഭുതം എന്ന് ആ ആത്മാനന്തര സാനുഭൂതിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഈ ലോകത്തെ അങ്ങനെ കണ്ടത്. എന്നിട്ട് പറയാണ്, ആത്മവിലാസം ചിജ്ജട ചിന്തനം വെറുതെ എഴുതി വെച്ചോളൂ കേട്ടോ. നമുക്ക് ഇതിന്റെ റെഫറൻസ് ടെസ്റ്റ്, അദ്വൈത ദീപിക ആദ്യത്തെ ശ്ലോകം, അതൊക്കെ പഠിച്ചോളൂ. അപ്പോൾ നാം കാണുന്ന ലോകം പ്രതിബിംബ ദൃശ്യങ്ങൾ മാത്രമാണ്. പ്രതിബിംബം, ബിംബമല്ല പ്രതിബിംബം, ഒന്നിന്റെ പ്രതിബിംബം. ഒരു സിംഹം ഒരു വെള്ളത്തിന്റെ കരയിൽ നിൽക്കുകയാണെങ്കിൽ ആ സിംഹത്തിന്റെ ആ ഛായ വെള്ളത്തിൽ കാണും. ആ വെള്ളത്തിൽ കാണുന്ന ഛായ തുല്യം, അതാണ് ഈ പറയുന്നത്. പ്രതിബിംബ തുല്യം എന്ന് പറയും. നാം കാണുന്ന ദൃശ്യങ്ങള് പ്രതിബിംബ ദൃശ്യങ്ങൾ മാത്രമാണ്. സൂക്ഷ്മ വിചിന്തനം ചെയ്താൽ, ഗുരു പറയുകയാണ് ആത്മവിലാസത്തിലൂടെ, സൂക്ഷ്മ വിചിന്തനം ചെയ്താൽ എല്ലാത്തിനെയും കാണുന്ന കണ്ണിനെ കണ്ണു കാണുന്നില്ല. ഗുരു പറയാ, എല്ലാത്തിനെയും കാണും. നമ്മുടെ ഈ കണ്ണുകൊണ്ടാണ് എല്ലാത്തിനെയും കാണുന്നത്. അത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. ഇവരും പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് നമ്മളിങ്ങനെ എത്ര ഉറപ്പിലാ പറയണത്. അപ്പോഴും ഗുരു പറഞ്ഞു, മക്കളെ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല കേട്ടോ. നീ ഇരിക്കുന്ന ശരീരം പോലും ഒരു കുമിളയുടെ അത്രേ ഉള്ളൂ, പറഞ്ഞു തന്നു ഗുരു, അല്ലേ? അപ്പോ എല്ലാറ്റിനെയും കാണുന്ന കണ്ണിനെ കണ്ണു കാണുന്നില്ല. അതെന്തൊരു അത്ഭുതം നോക്കൂ. ഇനി ഗുരു പറയാ, ആ കണ്ണിന്റെ മുൻപിൽ ഒരു കണ്ണാടി പിടിച്ചു നോക്കൂ. അതൊന്ന് ഇമാജിൻ ചെയ്തോളണം. നമുക്ക് നമ്മുടെ കണ്ണിനെ കാണുന്നത് നമ്മളെപ്പോഴും കണ്ണാടിയിൽ മാത്രം. അപ്പോ ആ കണ്ണിന്റെ മുൻപിൽ ഒരു കണ്ണാടി പിടിച്ചാൽ കണ്ണ് ആ കണ്ണാടിയിൽ നിഴലിക്കുന്നു. ശ്രദ്ധിച്ചോളണം, കണ്ണ് ആ കണ്ണാടിയിൽ നിഴലിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കണ്ണ് എന്തിനെ കാണുന്നു? കണ്ണ് കണ്ണാടിയെയും അതിലെ നിഴലിനെയും കാണുന്നു. ഈ കണ്ണ് ഒന്നുമല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ കണ്ണ് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് കണ്ണുകൊണ്ട് കാണുന്നത് നിത്യവും സത്യവുമല്ല. സത്യം അതിന് അപ്പുറത്താണെന്ന് ഗുരു പറയണത് അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ പറഞ്ഞു, കണ്ണിന്റെ മുമ്പിൽ കണ്ണാടി പിടിച്ചപ്പോൾ കണ്ണ് കണ്ണാടിയെയും അതിലെ നിഴലിനെയും കാണുന്നു. നിഴൽ ജഡമാണ്. ഇത്തിരി സൂക്ഷ്മ വിചാരം ചെയ്യണം കേട്ടോ. സൂക്ഷ്മമായി ഒന്ന് ചിന്തിച്ചോളാം. നിഴല്, ആ കണ്ണാടിയിൽ കണ്ട നിഴൽ ജഡമാണ്. ആ ജഡത്തെ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചേ. കണ്ണാടിയിൽ കണ്ട ആ കണ്ണിന്റെ നിഴലിന് ജഡമാണ്. അതിന് കണ്ണിനെ കാണാൻ പറ്റൂ? കണ്ണാടിയിൽ നമ്മുടെ കണ്ണിനെ കാണിച്ചത് ആര്? ഇതാ ഗുരു ചോദിക്കണേ. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണാടിയിൽ കാണുന്ന നിഴൽ വെറും ജഡമാണ്. അതിന് കണ്ണിനെ കാണുന്നതിന് ശക്തിയില്ല. ഗുരു പറയേ, ഇവിടെ കണ്ണിനെ കാണിച്ചത് അല്ലെങ്കിൽ കണ്ണിനെ കാണുന്നത് നാം ആകുന്നു. കണ്ണിനെ കാണുന്നത് നാം ആകുന്നു. എല്ലാത്തിനെയും കാണുന്ന കണ്ണ് ദൈവമാകുന്നു. അപ്പോൾ ഈ കണ്ണിനെയോ ഈ കണ്ണാടിയിൽ കണ്ട നിഴലിനെയോ എല്ലാം കണ്ടത് ഉള്ളിൽ നിന്നാണ്, പുറത്തുനിന്നല്ല. ഉള്ളിൽ നിന്നാണ് കാഴ്ചകളെല്ലാം വന്നത്, പുറത്തുനിന്നല്ല. ഓഡിയോ ഒന്ന് മ്യൂട്ടാക്കണേ. അപ്പോ അതിന് ഗുരു പറയാ, ആ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ദിവ്യ സമുദ്രമാകുന്നു. ഇതൊക്കെ മോഡേൺ സയൻസ് പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണേ. ശാസ്ത്രജ്ഞന്മാർ പഠിക്കണം. ആത്മവിലാസമൊക്കെ എടുത്തിട്ട് അവർക്ക് ഒത്തിരി സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ആ ദൈവം എന്താ? ജ്യോതിർമയമായിരിക്കുന്ന ദിവ്യ സമുദ്രമാകുന്നു. നമ്മൾ ഈ കാഴ്ചകളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ കണ്ണിന് കണ്ണായ പൊരുള്, കണ്ണിന് കണ്ണായ മനസ്സ്, മനസ്സിന് കണ്ണായ ആ പൊരുളിനെ നമ്മൾ ആരും ഓർക്കാറുമില്ല, ചിന്തിക്കാറുമില്ല. അതിലേക്കൊക്കെയാണ് ഗുരുക്കന്മാർ നമ്മളെ നയിക്കുന്നത്. അതുപോലെ ചിജ്ജട ചിന്തകത്തിൽ ഗുരു പറയുന്നുണ്ട്, എന്ത് ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം. ഇന്ദ്രജാലം, അഹോ വിചിത്രം എന്നൊക്കെ ഗുരു എപ്പോഴും ഇടക്കിടക്ക് കൃതികളിലൂടെ ഇങ്ങനെ പറഞ്ഞു വെക്കും. പക്ഷെ നമ്മളതിലൊരു അത്ഭുതവും കണ്ടില്ല, അല്ലേ? പക്ഷെ ഗുരു അതിലെ അത്ഭുതം കണ്ടിട്ട് പറയുക, വെളിയിൽ കാണുന്നതുമല്ല, ഇന്ദ്രിയങ്ങളിൽ നിന്ന് തള്ളി വരുന്നതുമല്ല. നോക്കൂ, അത്ഭുതം എന്ന് പറയാൻ കാരണം വെളിയിൽ കണ്ടതുമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നതുമല്ല,
ആ ആ വരി ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് അതിൽ ഗുരു എന്താണ് അതിലൂടെ പറഞ്ഞു വയ്ക്കണമെന്ന് വളരെ കൃത്യമായി നോക്കണം. പിന്നെ എന്താ? അനിർവചനീയം. വെളിയിൽ കണ്ടതുമല്ല, ഇന്ദ്രിയങ്ങൾ കാണിച്ചതുമല്ല, പിന്നെ എന്താന്ന് പറയാൻ പറ്റില്ല. അനിർവചനീയം. മരുഭൂമിയിലെ കാനൽ ജലം പോലെ തോന്നലല്ലേ? തോന്നലിന് പിന്നെ എന്താ കാരണം എന്ന് എങ്ങനെ പറയും? അതുകൊണ്ടാണ് ആചാര്യസ്വാമികളും പറഞ്ഞ നിജാന്തർഗതം. അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ലോകം. അപ്പം നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളാണ് കാരണം. അത് വ്യാഖ്യാനങ്ങൾ ചെയ്ത് ആ ദുഃഖത്തെ ദുഃഖമാക്കിയത്, ചീത്ത ഫ്രണ്ട്ഷിപ്പാക്കിയത്, നല്ല ഫ്രണ്ട്ഷിപ്പാക്കിയത്, ദുഷ്ടനാക്കിയത്, കള്ളനാക്കിയത്, കൊലപാതകയാക്കിയതൊക്കെ നമ്മളിൽ തന്നെ കൊടുത്ത വ്യാഖ്യാനങ്ങളാണ്. ലോകം അകത്താണ്, പുറത്തല്ല. അപ്പോൾ ഗുരു പറയാം അനിർവചനീയം. മരുഭൂമിയിലെ കാനൽ ജലം പോലെ തോന്നൽ മാത്രം. മരുഭൂമിയിൽ കാനൽ ജലം ഉണ്ടായിട്ടേയില്ല. നമ്മുടെ ആ മരുഭൂമിയുടെ ഒരു സ്വഭാവം, പിന്നെ സൂര്യപ്രകാശം, അങ്ങനെ കുറേ ബാഹ്യമായ പ്രോസസ്സുകളൊക്കെ ചേർന്നപ്പോൾ നമുക്ക് അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നി. അവിടെ ഒരിക്കലും വെള്ളം അന്വേഷിച്ചാൽ കിട്ടില്ല. അതുപോലെ ഈ പ്രപഞ്ചം നമുക്ക് നമ്മുടെ മുന്നിൽ സത്യമാണെന്ന പോലെ പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ലോകം മുഴുവൻ വന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. വിചാരം ചെയ്താൽ ഇതെല്ലാം ബോധമായി ചിത്തായി തന്നെ നിൽക്കും. ഈ ശ്ലോകം വ്യാഖ്യാനം ചെയ്ത് തീരുമ്പോൾ നമുക്കിത് പൂർണ്ണ കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗുരുവിൻ്റെ കൃതികളിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഏറ്റവും വലിയൊരു താക്കോലാണ്. അതിലാണ് നമ്മളിപ്പോൾ ഇന്ന് പിടിച്ചിരിക്കുന്നത്. കാരണം ഗുരു പരമ്പരയിലൂടെ വന്ന ആ പരമസത്യത്തെ ആചാര്യസ്വാമികൾ ദക്ഷിണാമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് തന്നപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹവർഷം നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളിന്ന് പഠിക്കുമ്പോൾ. അതിലൂടെ നമ്മൾ ഏത് ഗുരുവിലാണോ മനസ്സർപ്പിച്ചിരിക്കുന്നത് ആ ഗുരുവിൽ മനസ്സ് ധ്യാനനിഷ്ഠമാക്കിക്കൊണ്ട് വേണം നമ്മളിതിനെ വിചാരം ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തെ പറയണ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെ ഈ ലോകം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു ശ്ലോകവും കൂടി, റെഫർ ചെയ്യാനൊരു ശ്ലോകവും കൂടി ഇട്ട് തരാം. ആത്മോപദേശ ശതകത്തിലെ 85-ാമത്തെ ശ്ലോകം. ഇതൊക്കെ ഇതിൻ്റെ കോണ്ടക്സ്റ്റിൽ വെച്ച് മനസ്സിലാക്കുമ്പോഴേ നമ്മൾ പഠിക്കുമല്ലേ. നിഴലൊരു ബിംബമപേക്ഷിയാതെ നിൽപ്പീല, എഴുമുലകെങ്ങും അബിംബമാകയാലേ, നിഴലുമതല്ലിതു നേരുമല്ല, വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമെല്ലാം. ഓക്കെ, നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പീല, എഴുമുലകെങ്ങും അബിംബമാകയാലെ. ആത്മോപദേശ ശതകം 85 എന്ന് കുറിച്ച് വെക്കുക. ഏതൊക്കെ റെഫറൻസ് ടെസ്റ്റുകൾ തന്നിട്ടുണ്ടോ, ശ്ലോകങ്ങൾ തന്നിട്ടുണ്ടോ, അതെല്ലാം പഠിച്ചു വേണം അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരാൻ. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള മനസ്സിലാവുള്ളൂ. അപ്പോൾ അദ്വൈത ദീപിക 1-ാം ശ്ലോകം പറഞ്ഞു, ആത്മവിലാസം പറഞ്ഞു, ചിജ്ജട ചിന്തകമൊക്കെ വെറുതെ എന്നിരുന്ന് വായിക്കുക, മനസ്സിലാക്കണം മാത്രം എടുത്താൽ മതി. എനിക്ക് മനസ്സിലാണില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. നമ്മളിങ്ങനെ അറിയണമെന്ന ആഗ്രഹത്തോടു കൂടി, ജിജ്ഞാസയോടുകൂടി, സത്യത്തിലേക്ക് എനിക്ക് കടക്കണം എന്നുള്ള ജിജ്ഞാസയോടുകൂടി നമ്മളത് വായിക്കുമ്പോൾ ഗുരു തന്നെ നമുക്ക് തെളിച്ചു തരും ഇതിൻ്റെ ആശയം. അപ്പോൾ പറയാണ്, നിഴൽ ഒരു ബിംബം അപേക്ഷിയാതെ നിൽപ്പീല. അതായത് നിഴൽ ഒരു ബിംബം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സത്യത്തിൻ്റെ നിഴലാണ് എന്ന് കരുതാമെങ്കിൽ, സത്യം വടിവാർന്നതാണ്, സത്യത്തിൻ്റെ നിഴലാണ് ഈ പ്രപഞ്ചമായി പ്രതിബിംബിച്ചിരിക്കുന്നത് എന്ന് വരികയാണെങ്കിൽ പറയാണ്, നിഴൽ ഒരു ബിംബം അപേക്ഷിയാതെ നിൽപ്പില്ല. ഒരു ബിംബത്തെ ആശ്രയിക്കാതെ പ്രതിബിംബം ഒരിക്കലും നിൽക്കില്ല. ഈ പ്രപഞ്ചം പരമസത്യത്തിൻ്റെ നിഴലാണ് എന്ന് കരുതുകയാണെങ്കിൽ ഗുരു പറയുക അതിനൊരു ബിംബം വേണം. അപ്പം എൻ്റെ മുഖം കണ്ണാടിയിൽ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ആ മുഖം കാണാം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ ബിംബത്തെ ആശ്രയിച്ചു കൊണ്ട് തന്നെയാണ് പ്രതിബിംബം നിൽക്കുന്നത്. പ്രപഞ്ചം പരമസത്യത്തിൻ്റെ നിഴലാണെങ്കിൽ അതിന് ഒരു വ്യക്തമായൊരു ബിംബത്തെ ആശ്രയിക്കാതെ പ്രതിബിംബം നിലനിൽക്കില്ല എന്ന് ഗുരു പറയുക. എന്നിട്ട് ഗുരു പറയുക, നിഴലുമതാൽ എഴുമുലകെങ്ങും അബിംബമാകയാലേ. എഴുമുലക് ഉണ്ട്. ഇവിടെ വേറൊരു വാക്ക് ഗുരു പ്രയോഗിച്ചു. അവിടെ വിശ്വം എന്ന് പറഞ്ഞു, ഇവിടെ ഉലകം എന്ന് പറഞ്ഞു, ലോകം അല്ലെ, ഉലകം.
ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നില വലുതായൊരു നീതികേടിതത്രേ എന്ന് പറഞ്ഞു. എഴുമുലക് ഉണ്ടായി നശിക്കുന്ന പ്രപഞ്ചത്തെയാണ് എഴുമുലക് എന്ന് പറയാം. എഴും ഉലക് കേട്ടോ. നിൽപ്പിയിൽ എഴുമുലക് എന്ന് പറയുമ്പോൾ അത് പിരിച്ചു പറഞ്ഞോളാം. എഴും പ്ലസ് ഉലക് പ്ലസ് എങ്ങും പ്ലസ് അബിംബം പ്ലസ് ആകയാലേ എഴുമുലക്. എന്താ എഴുമുലക് എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന ഈ പ്രപഞ്ചം അബിംബമാകയാലേ സത്യത്തിന്റെ നിഴലേ അല്ല, പരമസത്യത്തിന്റെ നിഴലല്ല ഈ പ്രപഞ്ചം. ഗുരു പറയും വേറൊരു രീതി ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഗുരു അത് വിശദീകരിച്ച് നമുക്ക് തന്നത്. ഈ ഉണ്ടായി നിലനിന്ന് മറയുന്ന ഈ പ്രപഞ്ചം ഒരിക്കലും ഒരു നശ്വരമായ ഒരു വസ്തു ഒരിക്കലും പരമസത്യത്തിന്റെ നിഴലല്ല എന്ന് പറയാം. പ്രപഞ്ചം സത്യത്തിന്റെ നിഴലല്ല. നിഴലാണെന്ന് കരുതുകയാണെങ്കിൽ അത് നിഴലല്ല. ഗുരു പറയാ നിഴലും അതല്ലിതു നേരുമല്ല. ഗുരു പറയാണ് യഥാർത്ഥത്തിലുള്ളതും അല്ല സത്യവുമല്ല, പിന്നെ എന്തുപോലെയാ? വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമെല്ലാം. നിപുണനായ ഒരു ചിത്രകാരനെ, നല്ല ഒരു കഴിവുള്ള ചിത്രകാരൻ ഒരു പാമ്പിന്റെ പടം ക്യാൻവാസിൽ വരച്ചിങ്ങനെ വെച്ചാല് നമ്മൾ അയ്യോ പാമ്പെന്നും പറഞ്ഞ് നമ്മൾ മാറും. അത്രയും റിയാലിറ്റി നമുക്ക് തോന്നും അത് കാണുമ്പോൾ. അതുപോലെ ഗുരു പറയും വിദ്വാൻ എഴുതിയിടും പണി പോലെ. വിദ്വാൻ വരച്ചു വെച്ച പാമ്പിന്റെ ചിത്രം കണ്ടപ്പോൾ നമുക്ക് ഇത് പാമ്പാണല്ലോ എന്ന് യഥാർത്ഥത്തിൽ ഉള്ള പാമ്പാണെന്ന് തോന്നിയതുപോലെ കാണുമെല്ലാം. ഈ പ്രപഞ്ചം കാണുമ്പോൾ പരമസത്യത്തിന്റെ നിഴലല്ല, പ്രപഞ്ചം കാണുമ്പോൾ സത്യമെന്ന് നമുക്ക് തോന്നിപ്പോകും. നിഴല് പോലും അല്ല എന്നാ ഗുരു പറയണത്, ഒരു പ്രതിഭാസം മാത്രം, തോന്നല് മാത്രം. എന്തൊരു എന്താ പറയാ, നമ്മള് ഒത്തിരി 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 ഈ പ്രപഞ്ചത്തെ പഠിക്കണം. ഗുരു പറഞ്ഞു തന്ന വാക്കുകളെ പഠിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലോകത്തെ ദുഃഖങ്ങളെന്ന് കരുതി നമ്മൾ സങ്കടപ്പെടില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ചൊല്ലി നമ്മൾ സങ്കടപ്പെടില്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരൻ ആരാ? നമ്മളെന്തോ സങ്കല്പിച്ചുണ്ടാക്കി ദുഃഖിക്കുന്നു. നമ്മളിൽ നിന്ന് തന്നെ എല്ലാം വന്നേക്കണത്. അപ്പോൾ സങ്കടപ്പെടണ്ട എന്ന് പറയണ ഗുരു അതാണ്. സങ്കടപ്പെടണ്ട. എന്തിനിതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞാൽ സത്യം അറിയാനാ. സത്യം അറിയണേ എന്തിനാന്ന് വെച്ചാൽ ധീരനായി ജീവിക്കാനാ. വീരുവായി ഞാൻ എന്ന് ചത്തുപോകും, എനിക്ക് ആരെങ്കിലും ഉണ്ടാവുമോ മരണസമയത്ത്? എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ആരാരും നോക്കുന്ന നമ്മൾ പറയണത്? നമ്മൾ ഏത് ചൈതന്യത്തിലാണോ വന്നത്, ഏത് ചൈതന്യത്തിലാണോ ഇരിക്കുന്നത്, ഏത് ചൈതന്യത്തിലേക്കാണോ പോകുന്നത്, അത് മാത്രമാണ് സർവരക്ഷകനായിട്ടുള്ളത്. നമ്മൾ കൂട്ടി വെക്കുന്ന ധനമോ മക്കളോ സമ്പത്തോ ഇതൊന്നും ഒരാൾക്കും ഉതകില്ല. കൂടി വന്ന ആരെങ്കിലും വന്നാൽ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ, വേദനയുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ കൽപ്പിച്ച പോലെ ഭഗവാൻ എങ്ങനെയൊക്കെയാണോ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്, അത് ആ ഈശ്വരൻ എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നാളെ എനിക്ക് എന്ത് എന്ന് കരുതി ഒരാളും കരയരുത്. അത്തരത്തിലെ ധീരത്വം മാറുന്ന നമ്മളുടെ മനസ്സിന് ഉറപ്പ് കിട്ടാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കണത്. അല്ലാതെ കരയാനല്ല, വിഷമിക്കാനല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതായി കാണുന്ന ലോകം ഗുരു പറയുകയാണ് സത്യത്തിലെ നിഴലാണെന്ന് കരുതാമെന്ന് നമ്മൾ വെച്ചാൽ വ്യക്തമായ ഒരു ബിംബത്തെ ആശ്രയിക്കാതെ പ്രതിബിംബം നിലനിൽക്കില്ല. ബിംബത്തെ ആശ്രയിക്കാതെ പ്രതിബിംബം നിലനിൽക്കില്ല. ഉണ്ടായി നശിക്കുന്നതായി കാണപ്പെടുന്ന ലോകം ബിംബസ്വരൂപമായ സത്യവസ്തുവെന്ന് കരുതുകയും വയ്യ. ലോകത്തെ ഒരു ബിംബമാണെന്ന് നമുക്ക് കരുതാൻ വയ്യ. അതുകൊണ്ട് പ്രപഞ്ചം സത്യത്തിന്റെ നിഴലുമല്ല, യഥാർത്ഥത്തിൽ ഉള്ളതുമല്ല. ലോകത്തെ നമുക്ക് ഈശ്വരന്റെ നിഴൽ എന്ന് പറയാനാവില്ല എന്നതാണ് അദ്വൈതി കണ്ട സത്യം. അതൊരു പ്രതീതി മാത്രം. എപ്പോഴും അങ്ങനെയല്ലേ പറയണത്, മരുഭൂമിയിലെ കാനജലവും രജ്ജു സർപ്പവും. ഇതാണ് വേദാന്തത്തിന് എന്നും നമ്മളോട് പറഞ്ഞു തരാനുള്ളത്. കാരണം എന്താണെന്നറിയോ അങ്ങനെ പറയണേ? വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത സത്യമായതുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ ഒരു ഉദാഹരണം എടുത്തു വെച്ച് കാണിച്ചു തരുന്നത്. അപ്പം ഇവിടെ ശങ്കരാചാര്യ പറഞ്ഞതും ഇതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ ഗുരു പറഞ്ഞ ഈ ശ്ലോകവും വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം എന്ന് പറഞ്ഞതും നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ് കൃത്യമായും ക്ലാസ്സിലേക്ക് എത്തണം. ഒരാൾ പോലും ആബ്സെന്റ് ആകരുത്. ഒരു വരി പോലും വ്യാഖ്യാനം ചെയ്യാൻ പറ്റണില്ല. കാരണം ഇത് ഇച്ചിരി ആഴത്തിലുള്ള ഭാഗമായതുകൊണ്ട് നന്നായി തന്നെ നമ്മൾ മനനം ചെയ്യണം. ഏതായാലും നമ്മുടെ
കുഞ്ഞുമക്കളുടെ പഠനത്തിൻ്റെ സമയമാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഗുരു ഓം തത്സത്.